നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുത്തു വരികയാണല്ലോ. ഒരു വർഷം സമയമില്ല അടുത്ത വേൾഡ് കപ്പിന്. ഇതാ ഫിക്സർ നിർണ്ണയമായി കഴിഞ്ഞു. ഡിസംബർ 5-നാണ് ഫിക്സർ നിർണ്ണയ നറുക്കെടുപ്പ് കെന്നഡി സെൻറ്ററിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ടീമുകളുടെയും വേൾഡ് കപ്പ് സാധ്യതയും റാങ്കിങ്ങും ഒക്കെ എല്ലാവരും പരിശോധിക്കുന്നതാണ്. ഇപ്പോൾ ഈ സമയത്ത് ബ്ലിച്ചർ റിപ്പോർട്ട് ഫുട്ബോൾ വിശദമായിട്ടുള്ളൊരു ഇൻ്റർനാഷണൽ റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഫുട്ബോൾ പവർ റാങ്കിങ്സ് ഫോർ വേൾഡ് കപ്പ് 2026 2026 വേൾഡ് കപ്പിനുള്ള ഇൻ്റർനാഷണൽ ഫുട്ബോൾ പവർ റാങ്കിങ്സ് ആണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 20 ടീമുകൾ ഉൾപ്പെടുന്ന ഒരു റാങ്കിങ് ആണ്. 20-ാം സ്ഥാനത്ത്, കിരീട സാധ്യതയിൽ 20-ാം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് ഏഷ്യൻ ടീമാണ്. യെസ്, ഇറാൻ ഇപ്പോൾ നിലവിലെ ഫിഫ റാങ്കിങ്ങിലും 20-ാം സ്ഥാനത്താണുള്ളത്. ഏതായാലും ഇറാൻ അടുത്ത വേൾഡ് കപ്പിൽ കിരീടം ചൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും ഈ റാങ്കിങ്ങിൽ അവരിടം പിടിക്കുന്നു. 19-ാം സ്ഥാനത്ത് മറ്റൊരു ഏഷ്യൻ ടീം ജപ്പാൻ. നിലവിലെ ജപ്പാൻ്റെ ഫിഫ റാങ്കിങ് 17ആണ്. ഏഷ്യൻ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ജപ്പാനും ഇറാനും ഒക്കെ തന്നെയാണല്ലോ. അവരെന്തായാലും ഈ പവർ റാങ്കിങ്ങിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 18-ാം സ്ഥാനത്താണ് ഹോസ്റ്റുമാരിൽ ഒരു രാജ്യമായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉള്ളത്. ഫിഫ റാങ്കിങ്ങിൽ നിലവിൽ അവർ 15-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. ഏതായാലും അവർ 18-ാം സ്ഥാനത്ത് വരുമ്പോൾ 17-ാം സ്ഥാനത്താണ് ഏർലിംഗ് ഹാലൻഡിൻ്റെ നോർവേയുടെ ഫിഫ റാങ്കിങ് 33ആണ്. വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏർലിംഗ് ഹാലൻഡ് ഗോളടിച്ച് കൂട്ടുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ വേൾഡ് കപ്പിന് നോർവേക്ക് യോഗ്യത നേടാൻ പറ്റിയില്ല. കത്തി നിൽക്കുന്ന ഘട്ടത്തിലും ഹാലൻഡിന് അതുകൊണ്ട് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റിയില്ല. ഇത്തവണ അത് തിരുത്തി കുറിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ഇക്കഡോറാണ് 16-ാമത്, പവർ റാങ്കിങ്ങിൽ 16-ാമത്. ഫിഫ റാങ്കിങ്ങിൽ അവർ 25-ാമതാണ്. കോൺമബോളിൽ മികച്ച പെർഫോമൻസ് നടത്തുന്ന ടീമാണ്. 2-ാം സ്ഥാനവും കൊണ്ടാണ് അവർ ഈ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിലത്തെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീനയെ അവർ പൊട്ടിച്ചിട്ടുമുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 15-ാം സ്ഥാനത്ത് മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ ടീമായിട്ടുള്ള ഉറുഗ്വായാണ്. ലൂയിസ് സുവാരസും എഡിൻസൺ കവാനിയും ഒക്കെ വിരമിച്ചെങ്കിലും മികച്ചൊരു ടീമും കൊണ്ട് തന്നെയാണ് ഇത്തവണയും അവർ വരുന്നത്. ഫിഫ റാങ്കിങ്ങിൽ 16-ാമത് നിൽക്കുന്നു. ഈ പവർ റാങ്കിങ്ങിൽ 15-ാം സ്ഥാനം. 14-ാമതാണ് പവർ റാങ്കിങ്ങിൽ ഇറ്റലി. ഫിഫ റാങ്കിങ്ങിൽ നിലവിൽ അവർ 11-ാം സ്ഥാനത്താണ്. ഏതായാലും ഇത്തവണ അസൂരികൾ മികച്ച രൂപത്തിൽ കളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കഴിഞ്ഞ 2 വേൾഡ് കപ്പിന് യോഗ്യത കിട്ടിയിട്ടില്ല. അതിൻ്റെ പ്രശ്നം ഇത്തവണ തീർക്കുമെന്ന പ്രതീക്ഷയുണ്ട്. 13-ാം സ്ഥാനത്ത്, പവർ റാങ്കിങ്ങിൽ 13-ാമതാണ് ബെൽജിയം. ഫിഫ റാങ്കിങ്ങിൽ ഇപ്പോൾ 8-ാം സ്ഥാനത്താണ് അവരുള്ളത്. ഈ ഗോൾഡൻ ജനറേഷന് ഒന്നും നേടാൻ പറ്റാത്തതിൻ്റെ ഒരു നിരാശ അവർക്കുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ പ്രായം കടന്നു പോയെങ്കിലും KDB പോലുള്ളവർ നിലവിൽ മിന്നും ഫോമിൽ തന്നെയാണ്. സോ അവർക്ക് 13-ാം റാങ്ക് കൊടുക്കുന്നു പവർ റാങ്കിങ്ങിൽ. പവർ റാങ്കിങ്ങിൽ 12-ാം സ്ഥാനത്താണ് ക്രൊയേഷ്യ. ഫിഫ റാങ്കിങ്ങിൽ 10-ാമത് നിൽക്കുന്ന ടീമാണ്. ഏതായാലും ലൂക്ക മോഡ്രിച്ചിനും സംഘത്തിനും ഇത്തവണ ആ കിരീടത്തോട് എത്രത്തോളം അടുക്കാൻ പറ്റും അതാണ് അറിയേണ്ടത്. 2018 അവർ നമ്മളെ ഞെട്ടിച്ചു. അത് തുടരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. 11-ാം സ്ഥാനത്ത് കൊളംബിയ. ഫിഫ റാങ്കിങ്ങിൽ 14-ാമതാണ്. പക്ഷേ ലാറ്റിൻ അമേരിക്കൻ കരുത്തന്മാർ ഹാമേസ് റോഡ്രിഗസിൻ്റെ മികവിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 10-ാമത് മെക്സിക്കോ. എല്ലാ വേൾഡ് കപ്പിലും വലിയ പ്രതീക്ഷ മെക്സിക്കോ വെക്കാറുണ്ടെങ്കിലും ഒന്നും ആവാറില്ല. ഇപ്പോൾ ഫിഫ റാങ്കിൽ 13-ാമതാണ്. കോഹോസ്റ്റുമാർ എന്ന നിലയിലാണ് ഈ വേൾഡ് കപ്പിന് എത്തുന്നത്. പവർ റാങ്കിൽ 9-ാം സ്ഥാനത്ത് മൊറോക്കോ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മളെ വിസ്മയിപ്പിച്ച പ്രകടനം നടത്തിയിട്ട് സെമി ഫൈനൽ വരെ കുതിച്ചെത്തിയ ആഫ്രിക്കൻ ടീമാണ് അവർ. ഫിഫ റാങ്കിൽ 12-ാമതാണ്. ഏതായാലും അഷ്റഫ് ഹക്കീമിയും ബ്രൈൻ ഡയസും ഒക്കെ അടങ്ങുന്ന ടീം ഒരു പോരാട്ടം ഇവിടെയും നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. പവർ റാങ്കിൽ 8-ാം സ്ഥാനത്ത് ജർമ്മനിയാണ്. നിലവിലെ ഫിഫ റാങ്കിൽ അവർ 9-ാം സ്ഥാനത്താണ്. ഏതായാലും ജർമ്മനി കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിൽ ഗ്രൂപ്പ് സ്റ്റേജിനപ്പുറം കടക്കാൻ പറ്റാത്ത ടീമാണ്. അപ്പോൾ അതിൽ നിന്നൊരു തിരിച്ചറിവ് ഇത്തവണ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു. പവർ റാങ്കിൽ 7-ാമത് നെതർലൻഡ്സാണ്. ഫിഫ റാങ്കിൽ അവർ 7-ാമത് തന്നെയാണുള്ളത്. ഓറഞ്ച് വസന്തം ഇത്തവണയെങ്കിലും ഉണ്ടാകുമോ, കാത്തിരുന്ന് കാണാം. പവർ റാങ്കിങ്ങിൽ 6-ാമത് ബ്രസീലാണ്. നിലവിലെ ഫിഫ റാങ്കിങ്ങിൽ അവർ 5-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ചില പ്രതിസന്ധികൾ അവർ ഇത്തവണത്തെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും കാർലോ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളുടെ ആ ഒരു ബലത്തിൽ അടുത്ത വേൾഡ് കപ്പിൽ അവർ പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. 5-ാമതാണ് ഇംഗ്ലണ്ട്. ഫിഫ റാങ്കിങ്ങിൽ 4-ാമതാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തോമസ് ടൂഷേലിൻ്റെ കീഴിൽ മികച്ച രൂപത്തിൽ തന്നെയാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മികച്ച രൂപത്തിൽ വിജയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. വേൾഡ് കപ്പിലേക്ക് കൂടി ഇത് കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ആരാധകരിയിരിക്കുന്നു. 4-ാമത്, പവർ റാങ്കിൽ 4-ാമത് ഫ്രാൻസാണ്. ഫിഫ റാങ്കിൽ അവർ 3-ാമതാണുള്ളത്. കിലിയൻ എംബാപ്പയും ഒസ്മാൻ ഡംബലയും ഡെസിയഡോവും ഒലീസയും ഒക്കെ അടങ്ങുന്ന തകർപ്പൻ ടീമുണ്ട്. ദിദിയർ ദശാമിൻ്റെ അവസാനത്തെ വേൾഡ് കപ്പ്, അതായത് കോച്ച് നിലയിലുള്ള അവസാനത്തെ വേൾഡ് കപ്പാണ്.
അത് വീണ്ടും ഒരിക്കൽ കൂടി കിരീടം ചൂടിക്കൊണ്ട് അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. താരങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. മൂന്നാമതാണ് പവർ റാങ്കിങ്ങിൽ മൂന്നാമതാണ് പോർച്ചുഗൽ. യെസ്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇത്തവണ കരുത്തുറ്റ ടീമും കൊണ്ടാണ് വരുന്നത്. ന്യൂനോ മെൻഡസും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ബെർണാഡോ സിൽവയും വിറ്റീഞ്ഞയും ജാവോ ഫെലിക്സും അങ്ങനെ എണ്ണം പറഞ്ഞ താരങ്ങളെയും കൊണ്ടുവരുന്നു. ഇത്തവണ വലിയ പ്രതീക്ഷയുണ്ട്. ഫിഫ റാങ്കിൽ അവരിപ്പോൾ 6ാമതാണ്, പക്ഷേ പവർ റാങ്കിങ്ങിൽ 3ാം സ്ഥാനത്ത്. പവർ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്താണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീന. ഇപ്പോൾ ഫിഫ റാങ്കിൽ 1ാമതാണ്. ഫിഫ റാങ്കിങ് 18-ാം തീയതി പുതുക്കുമ്പോൾ സ്ഥാനചലനത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല. പക്ഷേ നിലവിൽ അവർ 1ാം സ്ഥാനത്ത് തന്നെയാണ്. ലിയോ മെസ്സി തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ചാലകശക്തി. എന്നാൽ ഒരു പിടി യുവതാരങ്ങളും മികവിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത വേൾഡ് കപ്പിൽ അവർ തീർച്ചയായിട്ടും ടൈറ്റിൽ കണ്ടൻറ്റേഴ്സാണ്. പവർ റാങ്കിൽ 2ാമത് ലിയോ മെസ്സിയുടെ അർജൻറ്റീന എങ്കിൽ പവർ റാങ്കിൽ 1ാമത് യെസ് ലാമിൻ യമാലിൻ്റെ സ്പെയിനാണ്. ഒരു പിടി യുവതാരങ്ങളെയും കൊണ്ട് വിസ്മയിപ്പിക്കുകയാണ് സ്പെയിന്. ഫിഫ റാങ്കിങ്ങിൽ നിലവിൽ 2ാമതാണ്. ഒരു പക്ഷേ അടുത്ത അപ്ഡേഷനിൽ അവർ 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. അത്രക്കും മികവിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ബ്ലിച്ചർ റിപ്പോർട്ട് പറയുന്നു ഏറ്റവും അധികം കിരീട സാധ്യത സ്പെയിനിനാണ് എന്ന്. അപ്പോൾ അവരുടെ പവർ റാങ്കിങ്ങിൽ 1ാമത് വരുന്നത് സ്പെയിനാണ്, 2ാമത് വരുന്നത് അർജൻറ്റീനയാണ്, 3ാമത് വരുന്നത് പോർച്ചുഗലാണ്, 4ാമത് വരുന്നത് ഫ്രാൻസാണ്, 5ാമത് ഇംഗ്ലണ്ടാണ്, 6 ബ്രസീൽ, 7 നെതർലൻഡ്സ്, 8 ജർമ്മനി, 9 മൊറോക്കോ, 10 മെക്സിക്കോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.